ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ച നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. യുവതലമുറയുടെ കഠിനാധ്വാനത്തെയും മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ സുതാര്യതയും പാടെ തകിടം മറിച്ച ഈ വൻ അഴിമതിക്ക് പൂർണ്ണ ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നടത്തുന്ന രണ്ടാംഘട്ട പ്രക്ഷോഭം ഇന്ന് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അരങ്ങേറിയിരിക്കുകയാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ പാടെ തകർത്തി ഭരണകൂടത്തിനെതിരെ ജനരോഷം വിരുമ്പുന്ന കാഴ്ചയാണിന്ന് തലസ്ഥാന നഗരിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരോട് തങ്ങളുടെ കൈകളിൽ പ്ലേറ്റ് സ്പൂണും കരുതണമെന്നും ബാക്കി കഥ രാജ്യത്തിന് അറിയാമെന്നും ദീപ് കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുകയുണ്ടായി. അതെ, രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന കഥ തന്നെയായിരുന്നു അത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ദുരിതത്തിലായ ജനങ്ങളെ കൈവിട്ട് കൈയടിക്കാനും പാത്രം കൊട്ടാനും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഴയ വിഡിത്തത്തെ പരിഹസിച്ചാണ് പാത്രം കൊട്ടൽ സമരവുമായി സമരക്കാർ രംഗത്തിറങ്ങുന്നത്. എന്നാൽ ഇത്രയേറെ പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നു വരുമ്പോഴും കുട്ടികളുടെ ഭാവി വെച്ച് കേന്ദ്ര സർക്കാർ പന്താടുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും കൃത്യമായി ചൂണ്ടിക്കാട്ടി മോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് രാഹുൽ ഗാന്ധി. നമ്മുടെ കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കുന്നത് നിർത്തു, അവർ നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം അർഹിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ തൊഴിൽ വിദ്യാഭ്യാസ മേഖലകൾ എത്രത്തോളം സുരക്ഷിതമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ നീറ്റ് പരീക്ഷാ അഴിമതി. ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും പതിവായ ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ മാത്രമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ സർക്കാരിന് സാധിച്ചിട്ടുള്ളത്. NTA പോലുള്ള സ്ഥാപനങ്ങളുടെ സുതാര്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ കരയുമ്പോഴും കേന്ദ്ര സർക്കാർ ഇപ്പോഴും നിസ്സംഗത തുടരുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന അമ്പയെ പരാജയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിക്കാൻ കേന്ദ്ര ഭരണകൂടം ശ്രമിക്കുന്നത് രാജ്യത്തെ വരും തലമുറയോട് ചെയ്യുന്ന വഞ്ചനയാണ്. പരീക്ഷകളുടെ വിശ്വാസ്യത തകരുമ്പോൾ അത് ബാധിക്കുന്നത് പാവപ്പെട്ടവരും സാധാരണക്കാരുമായ വിദ്യാർത്ഥികളെയാണ്. വലിയ കോച്ചിംഗ് സെന്ററുകൾക്കും പണക്കൊഴുപ്പുള്ള മാഫിയകൾക്കും വേണ്ടി രാജ്യത്തെ പരീക്ഷാ സംവിധാനത്തെ കേന്ദ്ര സർക്കാർ പണയം വെച്ചിരിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. രാജ്യത്തിന്റെ ഭാവിയായ വിദ്യാർത്ഥികളുടെ കണ്ണീരിനും വിയർപ്പിനും വില കൽപ്പിക്കാത്ത ഒരു ഭരണകൂടത്തിന് ജനാധിപത്യ ഇന്ത്യയിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പോടെയാണ് ജന്തർ മന്ദറിലെ ഈ രണ്ടാം ഘട്ട സമരം പുതിയ ചരിത്രം എഴുതുന്നത്.